ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു പനീർ ബിരിയാണി കണ്ടാലോ? പനീർ ഞാൻ ഇവിടെ തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. പനീർ 1/2 കിലോ പനീർ കിട്ടിയിട്ടുണ്ട് എനിക്ക്. ഈ 1/2 കിലോ പനീറും 2.5 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഇവിടെ കാണുന്നുണ്ട്. ഈ പനീർ പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ബട്ടർ, 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് ചൂടാകുമ്പോൾ പനീറിനെ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കണം. വല്ലാണ്ട് വറുക്കരുത്, ഹാർഡായിപ്പോ ചൂടാക്കി എടുക്കണം. പാൻ അടുപ്പത്ത് വെച്ച് ബട്ടർ ഇട്ട് ഞാനിതാ പനീർ ഇതേപോലെ ഒന്ന് ചെറുതാക്കി ചൂടാക്കി എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അതേ പാനിൽ തന്നെ പെരിഞ്ചീരകം, അരിമോദകം, നല്ല ജീരകം, ബേ ലീഫ്, ഗ്രാമ്പു, ഏലക്കായ, പട്ട, ഇത്രയും സാധനം ഇട്ട് ഒന്ന് ചൂടാകും. ഒന്ന് ചെറുതായിട്ട് ചൂടായാൽ മതി. ഹീറ്റ് ഒന്ന് കൂട്ടി കൊടുക്കാം. ഇതൊന്ന് ചൂടായിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് തല്ലി വെച്ചത്, അതൊന്ന് ചൂടാകണം. അതൊരു ചെറിയ മണം, നമുക്ക് ഇങ്ങനെ ഒരു മണം അടിക്കും. ആ സമയത്ത് അതൊന്ന് മൂക്കട്ടെ. ഈ സമയം തന്നെ ഞാനിവിടെ ബിരിയാണിക്കുള്ള റൈസ് നിന്നുള്ള വെള്ളം എന്താ വെച്ചിട്ടുണ്ട്. ആ വെള്ളത്തിലും ബേ ലീഫ് ഇട്ടിട്ടുണ്ട്, ശകലം ഉപ്പും ശകലം ബട്ടറും ചേർത്തിട്ടുണ്ട്. ഈ വെള്ളം തിളയ്ക്കുമ്പോൾ റൈസ് അതിലോട്ടിടും, ഇട്ട് വേവിച്ചെടുക്കും. അപ്പൊ രണ്ടും ഒരുമിച്ച് നടക്കുമല്ലോ അല്ലേ. ഇത് മണം അടിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഉടൻ തന്നെ നമുക്ക് സവാള, 2 സവാള അരിഞ്ഞു വെച്ചതാണ്, സവാള ഇതിലേക്ക് ഇടാം. സവാള ഇതിലേക്കിട്ട് സവാള നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം. അങ്ങനെ സവാള നന്നാ വശന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ചേർക്കാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കാശ്മീരി മുളക് പൊടി 2 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, ബിരിയാണി മസാല 2 ടേബിൾ സ്പൂൺ. പിന്നെ കസൂരി മേത്തി നമുക്കത് പിന്നെ ഇടാം. ഇതെല്ലാം കൂടി ഒന്ന് ചൂടാകണം. വശക്കണ്ട, ഒന്ന് ചൂടായാൽ മതി. പൊടികളെല്ലാം ഒന്ന് ചൂടായാൽ മതി. ഈ സമയം അരി ഇപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ഇത് തിളയ്ക്കുന്നുണ്ട്. 70% റൈസ് വെന്താൽ മതി. ബാക്കി നമുക്ക് ദം ചെയ്തെടുക്കാനുള്ളതാണ്. ഇത് ദം ബിരിയാണിയാണ്. ഇനിയിപ്പോ നമുക്ക് തക്കാളി 2 ടൊമാറ്റോയാണ് കേട്ടോ, 2 ടൊമാറ്റോ ഇങ്ങനെ അരിഞ്ഞത്. ഞാൻ എപ്പോഴും സവാളയിൽ മസാല ഇട്ടിട്ട് മസാല ഒന്ന് ചൂടായിട്ട് തക്കാളി പിന്നെ ഇടാറുള്ളൂ. കാരണം മസാല എന്നാൽ തന്നെ സവാളയിൽ നന്നായിട്ട് പിടിക്കുള്ളൂ. പിന്നെ തക്കാളി നല്ലവണ്ണം നമുക്കൊന്ന് അതിന്റെ എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ വശക്കണം. ഉള്ളിയെല്ലാം വശന്ന് എണ്ണ തെളിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് 4 ടീസ്പൂൺ തൈര്, കേട് ഒഴിക്കാം. 4 ടീസ്പൂൺ. അത് കഴിഞ്ഞിട്ട് കറിവേപ്പില 2 തണ്ട് ഇങ്ങനെ ഇടുന്നുണ്ട്. അത് കഴിഞ്ഞ് പുതിനയില തൂക. മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും ഇടാം. ഇന്നിവിടെ മല്ലിയില ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. മല്ലിയിലയും കുറച്ചിടാം നമുക്ക്. കസൂരി മേത്തി കുറച്ച്, അത് നമ്മുടെ ആവശ്യത്തിന് ഇടാം. മണമുള്ളവർക്ക് കൂടുതൽ ഇടാം, അത് അവരവരുടെ ഇഷ്ടമാണ്. അതിലൊരു അളവൊന്നുമില്ല പറയാൻ. ഇതെല്ലാം ഒന്ന് പിടിച്ചല്ലോ. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് പനീർ അതിലോട്ട് നമുക്ക് പനീർ ഇടാം. പനീർ ഇട്ടു. പിന്നെ ഇതെല്ലാം ഒന്ന് പനീറിൽ പിടിക്കട്ടെ. പനീറിൽ പിടിച്ചിട്ട് നമുക്ക് ദം ചെയ്യാം. റൈസ് വെച്ച് ദം ചെയ്യാം. ദം ചെയ്യാനായിട്ട് ഞങ്ങൾ ഈ
ഈ പാത്രം എടുത്തിട്ടുണ്ട്. ഇതിൽ 1/4 കപ്പ് പാലൊഴിച്ച് കുറച്ച് കുങ്കുമപ്പൂ ഇട്ട് ഒഴിച്ചു വെച്ചിരിക്കുകയാണ്. ഇതിലിനി പനീർ മസാല ആദ്യം ചേർക്കുക. പനീർ മസാല ആദ്യം ചേർക്കുക. അത് കഴിഞ്ഞിട്ട് റൈസ്. അത് കഴിഞ്ഞിട്ട് പനീർ മസാല കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് ചേർക്കാം. പനീർ മസാല ചേർത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് റൈസ് ഇങ്ങനെ അങ്ങനെ പനീർ മസാല റൈസും ലെയർ ആയിട്ട് ഇടുക. റൈസ് ഇങ്ങനെ ഇട്ടിട്ട് പിന്നെ അടുത്തത് പനീർ മസാല ഇടുക, റൈസ് ഇടുക. അത് കഴിഞ്ഞിട്ട് ദം ചെയ്യണം. ദം ചെയ്യണം എങ്ങനെയാന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്യുന്നത് ഇതിൻ്റെ അടപ്പ് വെച്ച് ഏറ്റവും ലോ ഫ്ലെയിമിൽ അരമണിക്കൂർ വെച്ചേക്കും. അങ്ങനെ ആവുമ്പോൾ ദം ആയിക്കോളും. അങ്ങനെ ഇതാ ദം റെഡി ആയിട്ടുണ്ട്. ദം ചെയ്ത് കഴിഞ്ഞു. ഇളക്കണം. താഴെ ഇങ്ങനെ ഇളക്കി മാറ്റി അതിനെ ഒന്ന് സെറ്റ് ചെയ്യണം. അത് ചെയ്തിട്ടുണ്ട്. ഇനി കിസ്മിസും കാഷ്യൂ രണ്ടും ഇങ്ങനെ ഇടണം. ഹീറ്റ് ഓഫ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ പനീർ ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഈ ബിരിയാണി പോട്ട് ഇപ്പൊ കൊണ്ടുവന്നതാ. കുറച്ച് വലുതായി പോയി, എനിക്ക് അളവ് മാറിപ്പോയി. അത് പക്ഷെ പഴയത് എപ്പോഴും ഉപയോഗിക്കേണ്ട, അത് പുതിയതിൽ ഉപയോഗിച്ചു തുടങ്ങി. നല്ല ബിരിയാണി ആണ്. എല്ലാവരും ഒന്ന് ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇനി ഒരിക്കൽ ചിക്കൻ ഇതുപോലെ ഉണ്ടാക്കി കാണിക്കാം. ബൈ.